ഞാൻ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ ഒരു പാട്ട് കേട്ടിട്ടാ. ഇത് ഒരു ഉസ്താദ് പാടിയ പാട്ടാണിത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ. എനിക്ക് കോസ്റ്റ്യൂം കണ്ടിട്ട് ഉസ്താദ് തന്നെയാണെന്നാണ് തോന്നുന്നത്. കാരണം സ്പോട്ടിഫൈൻ്റെ കവറിലും കാര്യങ്ങളും മൂപ്പർ തന്നെയാണ് കേട്ടോ. അപ്പം റാഫി ഹസ്രത്ത് പറഞ്ഞിക്കട്ടാ. അപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ആ പാട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വരി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം മൂപ്പരത് അത്രയും അടിപൊളിയാക്കി പാടിക്കണം. അപ്പോൾ അത്ര അടിപൊളിയാക്കി പാടാൻ എനിക്ക് ചിലപ്പോൾ കയ്യിലുണ്ടാവില്ല. പക്ഷെ ഞാൻ ലൂപ്പിലാണ് ഈ പാട്ടിൻ്റെ. എന്താ അറിയില്ല, എനിക്കിപ്പോൾ ഇങ്ങനത്തെ പാട്ടിനോടൊക്കെ ഒരു ഇഷ്ടം. അപ്പം ഞാൻ ജസ്റ്റ് പാടിത്തരടാ. രണ്ടിനപ്പൂ രണ്ടിനാന്നാണോ എൻ്റെ പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ തെറ്റുണ്ടാവും കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ പാടിത്തരാം. വരി ഞാൻ ഇപ്പോൾ കേട്ട് പഠിച്ചതാണ്. പെട്ടെന്ന് ഇതിൻ്റെ ട്യൂണ് പഠിച്ചതാണ്. 4 വരി എനിക്കറിയുള്ളൂ. അത് ഞാൻ പാടിത്തരട്ടാ. അപ്പം പാടുകയാണ്. രണ്ടിനപ്പൂച്ചെണ്ടിൽ രാജസല്ലഭങ്ങളോ, പുന്നാരപ്പൂങ്കിന്നാരങ്ങളോ, കണ്ണോരം ഞാനും നീ എന്ന രാഗം, എന്നാളും നമ്മിൽ നിറയുമനകതാരം, മരതകമഞ്ചും നീളെ മിഴികളിൽ കിനാക്കളോ. അവിടുത്തെ ട്യൂൺ എനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മൾ കേട്ടോ ഇവിടെ. ഞാൻ ഉറക്കം കേട്ടാ കോപ്പറേറ്റ് അടിക്കൂട്ടാ. രണ്ടിനപ്പൂച്ചെണ്ടിൽ രാജസല്ലഭങ്ങളോ, പുന്നാരപ്പൂങ്കിന്നാരങ്ങളോ, കണ്ണോരം ഞാനും നീ എന്ന രാഗം, എന്നാളും നമ്മിൽ നിറയുമനകതാരം, മരതകമഞ്ചും നീളെ മിഴികളിൽ കിനാക്കളോ, മരതകമഞ്ചലിലാടും മകരതാരുകങ്ങളോ, ചന്തത്തിക മിന്നത്തുറയുന്ന. അവിടെ എനിക്ക് ഞാൻ ട്യൂൺ പഠിച്ചിട്ടില്ല. രണ്ടിനപ്പൂച്ചെണ്ടിൽ രാജസല്ലഭങ്ങളോ, പുന്നാരപ്പൂങ്കിന്നാരങ്ങളോ, കണ്ണോരം ഞാനും നീ എന്ന രാഗം, എന്നാളും നമ്മിൽ നിറയുമനകതാരം, മരതകമഞ്ചും നീളെ മിഴികളിൽ കിനാക്കളോ, മരതകമഞ്ചലിലാടും മകരതാരുകങ്ങളോ. സൂപ്പർ പാട്ട് കേട്ടാ. അപ്പം ഈ റാഫി പറഞ്ഞിക്കത് ഉഷാറായിട്ട് പാടിയിട്ടാ. എന്താ റാഫി ഹസരത്ത് അടിപൊളിയായിട്ട് അത് പാടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സൂപ്പറായിട്ടത് കേട്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടി ഇമ്പ്രവൈസ് ചെയ്ത് പഠിക്കണം. ഞാനിപ്പോൾ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞില്ലേ, ഈ രാത്രി ഇങ്ങനെ ഓരോ റീൽസിൽ കണ്ട് ആ പാട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പാടി വയ്ക്കുക, അങ്ങനെ പാടി. അപ്പോൾ ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്ത് പാടി ഇതിലേറെ അടിപൊളിയായിട്ട് നമുക്ക് പാടാൻ പറ്റുന്നുണ്ടാവും.